സമയം ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി എഴുതി കാണിക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ ലൂപ്പ് വെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. അപ്പം മിന്നുള്ളത് ഏതാ? 10 ആണ്. 10 പ്രിന്റ് ചെയ്യും. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അറേ ഡിഫൈൻ ചെയ്യുന്നത്, എത്ര അറേൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അറേ ആണ്. പക്ഷെ അറേ നമ്മൾ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ബോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പഠിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 10ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 0 എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആക്സസ് കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ARR ഓഫ് 0 എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ നമുക്കിനി 30 വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനായ 1 കൊടുത്താൽ മതി. അതുപോലെ 20 വേണമെന്നുണ്ടെങ്കിൽ 2, 50 വേണമെങ്കിൽ 3 എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്ത് പോകാന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊസിഷനിൽ നമ്മൾ മാനുവലി ആണ് കൊടുക്കുന്നത്. അതായത് 0 കൊടുക്കുമ്പോൾ മാത്രം ഇത് പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 3 കൊടുക്കുമ്പോൾ 3 ഏതാണ് പൊസിഷൻ അത് പ്രിൻ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ലൂപ്പ് വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരണം. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഫോർ ലൂപ്പൊക്കെ ചെയ്തതാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ ഐൻ്റെ പൊസിഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 0 മുതൽ. പിന്നെ ഇൻക്രിമെൻ്റ് ആവും, ഐ എന്ത് ചെയ്യും? 1 ആയി മാറും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഐൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മനസ്സിലാവും. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്, എഴുതി കാണിച്ചു തരാമെന്ന്. കാരണം സമയം ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി എഴുതി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഈ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ലൂപ്പ് എഴുതിയാൽ നമ്മൾ ആൽബർട്ട് നമ്മളെ ടീമിലുള്ള ആളാണ്. ഓക്കെ, ആളുടെ കൈയക്ഷരം നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എഴുതിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ ലൂപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഫോർ ലൂപ്പ് എഴുതിയതിന് ശേഷം ഇൻറ്റ് ഐ അസൈൻ 0, ഇത് നമുക്ക് ഓക്കെ ആണ്. കാരണം എന്താ? അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് 0 അസൈൻ ചെയ്ത്. പിന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത്. അത് ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത്ത്. ഈ അറേ ആണ് ഇത്. ഡോട്ട് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ എന്നില്ല കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അറേ ഡോട്ട് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ്. ഇതിൻ്റെ സൈസ് എത്ര? 1, 2, 3, 4, 5 ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ 5 സൈസാണ്. ആ സൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ ഡോട്ട് ലെങ്ത്ത് എന്ന് പറയാം. മനസ്സിലായോ? കാരണം നമുക്ക് ഈ ലെങ്ത്ത് അനുസരിച്ച് മൂവ് ചെയ്ത് പോകണം. ഇത് എത്രയാണോ ലെങ്ത്ത് ഉള്ളത് ആ ലെങ്ത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അറേ മൂവ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ അറേ ഡോട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇൻറ്റ് ഒരു അറേ ഡിഫൈൻ ചെയ്യുക. ഇതുപോലെ ഡിഫൈൻ ചെയ്തതിന് ശേഷം സിസ്റ്റം ഡോട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ എന്ത് ചെയ്യാം? ARR, അതായത് അറേ ഏതാണോ ഡിക്ലെയർ ചെയ്ത നെയിം, ആ നെയിം ഡോട്ട് ലെങ്ത്ത് എന്ന് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അതായത് ഇത് എത്രയാണോ ലെങ്ത്ത് ഉള്ളത് ആ ലെങ്ത്താണ് ഇപ്പോൾ എത്ര പ്രിൻ്റ് ചെയ്തെന്ന് വെച്ചാൽ 1, 2, 3, 4, 5 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. മനസ്സിലായോ? ഇനി നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ ഈ 40 ഇല്ല മായ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്ര? 4 ആണ് ലെങ്ത്ത്. അപ്പോൾ 4 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. അതായത് എത്രയാണോ ലെങ്ത്ത് അറേൻ്റെ അതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതാണ് ലെങ്ത്ത്. അപ്പോൾ ആ ലെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അത്രയും വട്ടം ഈ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യും. അതാണ് ഇതിലുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം എഴുതിയത് മായ്ക്കാണ്. ഓക്കെ, ഇപ്പോൾ എഴുതി മായ്ച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ ലൂപ്പ് വെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഐൻ്റെ വാല്യൂ 0 ആണ്. ഐ ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത്ത്. അറേ ഡോട്ട് ലെങ്ത്ത് എത്രയാണ്? 5 അല്ലേ? 5 അല്ലേ? 5 ആണ്. അപ്പോൾ 5 എന്നുള്ളത് മൈൻഡിൽ വെക്കുക. കാരണം എത്രയാണോ ലെങ്ത്ത് അത്രത്തോളം ഇറ്ററേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലൂപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൂപ്പിൻ്റെ 2-3 വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടുവരിക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലൂപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ലൂപ്പിൽ നോക്കാൻ, ലൂപ്പിലെ ഈ കേസ് എന്ന് വെച്ചാൽ ഐ അസൈൻ 0 ആണ്. അപ്പോൾ 0 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഐ ലെസ് ദാൻ
അറേ ഡോട്ട് ലെങ്ത് എത്രയാണ് 5 ആണ്, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. അതിൻ്റെ വാല്യൂ 0, 5 അല്ലേ, 5-നേക്കാളും ചെറുതല്ലേ i, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് എൽ എന്ന് കൊടുത്തോട്ടോ. പ്രിൻ്റ് എല്ലാം കൊടുത്തിട്ട് ARR, അതായത് ഈ വേരിയബിൾ കൊടുത്ത് നമ്മൾ ഓഫും കൊടുത്തതിന് ശേഷം ഇവിടെ i എന്ന് പ്രിൻ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഇതിലുള്ള ഓരോ എലമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, i 0, അതായത് അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2, അറേ ഓഫ് 3, അറേ ഓഫ് 4 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, i ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അറേ ഓഫ് i എന്ന് പറയുമ്പോൾ 0, അപ്പോൾ 0 ഏതാ, 0 നോക്കുമ്പോൾ 10 ആണ്. വീണ്ടും പ്ലസ് ആവും. അറേൻ്റെ വാല്യൂ എത്രയായി, അല്ല iൻ്റെ വാല്യൂ എത്രയായി, 1 ആയി മാറി. കണ്ടീഷൻ ഇവിടെ നോക്കുമ്പോൾ ട്രൂ ആണ്. വീണ്ടും നോക്കുമ്പോൾ എന്തായി, iൻ്റെ വാല്യൂ 1, അപ്പോൾ പൊസിഷൻ ഏതാ 1, അപ്പോൾ 1. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പൊസിഷനാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, പൊസിഷനാണ്. ഓരോന്നിൻ്റെയും ഇൻഡെക്സ് വാല്യൂ എന്നാണ് പറയുക. അപ്പോൾ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഓരോ എലമെൻറ്റ് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് നമുക്ക് കാണിക്കും അല്ലേ. 1 2 3 4 5 എന്നുള്ളത് നമുക്ക് ഇതിൽ ഓരോന്ന് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ ആണ് കാണിക്കുന്നത്. ഇതാണ് ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം മാക്സിമം വാല്യൂ എന്ത് ചെയ്യാം, കണ്ടെത്താം. അതായത് നമുക്ക് ഈ ഒരു അറേ ഉണ്ട്, ഈ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ലൂപ്പ് ഇട്ട് കഴിഞ്ഞാലോ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ലെങ്ത് ഇട്ടാൽ തന്നെ എത്രയാണോ അറേ ഉള്ളത് ആ അറേ അനുസരിച്ച് എന്ത് ചെയ്യും, ഫുള്ളായി പോകും അല്ലേ. ഫുള്ളായി നമുക്ക് എന്ത് ചെയ്യും, ഫുള്ളായി കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അറേ നമ്മൾ ഓരോന്നായിട്ട് ഓഫ് തന്നെ ഇടാം. ഇപ്പോൾ 1,00,000 ഡാറ്റ ഉണ്ടെങ്കിലോ, ഇപ്പോൾ ഞാൻ കൊടുത്തത് 1 2 3 4 5 ആണ്. ഇനി 1,00,000 ഉണ്ടെങ്കിലോ ഇതിനുള്ള വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ, എത്രയാണ്, ഇതിലേതാണ് മാക്സിമം, ഇതിലേതാണ് മിനിമം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം വാല്യൂ ഏതാണെന്ന്. മിനിമം എന്ന് വെച്ചാൽ എന്താ, 10 30 20 50 40, ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാ, കുറഞ്ഞത് 10 ആണ് അല്ലേ. അപ്പോൾ 10 ആണ്, ഏതാണ് കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കാണിക്കാൻ പറ്റും. 10 ആണ്, 10 കഴിഞ്ഞാൽ 20 ആണ്, 20 കഴിഞ്ഞാൽ 30 ആണ്, 30 കഴിഞ്ഞാൽ 40 ആണ്, 50 ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ലക്ഷത്തോളം ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ലക്ഷം കണക്കിലെ എലമെൻറ്റ്സ്, അതായത് 1 2 3 ഇങ്ങനെ ലക്ഷക്കണക്കിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ അത് ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അറേ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ഏറ്റവും മിനിമം നമ്പർ, അതായത് ഏറ്റവും കുറഞ്ഞ നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഓക്കെ, അത് ആ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് മിനിമം നമ്പറാണ്, നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൽ ചെക്ക് ചെയ്യണ്ടേ, ഓരോന്നിൽ കയറിയിട്ട് ഇത് ചെറുതാണോ വലുതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം ഈ ഫോർ ലൂപ്പിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു വേരിയബിൾ അസൈൻ ചെയ്യേണ്ടതുണ്ട്. ആ വേരിയബിളിന് നമ്മൾ എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഏത് വാല്യൂ ആണ് നമ്മൾ കളിക്കുന്നത്, ഏതാണ് മിനിമം വാല്യൂ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മിൻ എന്നുള്ളത് ഞാനൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് അസൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അസൈൻ ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് അറേൻ്റെ ആദ്യത്തെ വാല്യൂ ആണ്. അറേൻ്റെ ആദ്യത്തെ വാല്യൂ ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും അറേൻ്റെ ആദ്യത്തെ വാല്യൂ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അറേൻ്റെ ആദ്യത്തെ വാല്യൂ ഏതാ, 10. അപ്പോൾ 10 എന്നുള്ളത് മിനിമമിലുണ്ട്, മനസ്സിലായോ. മിനിമമിൻ്റെ ഈ മിൻ എന്നുള്ളതിൻ്റെ ഇപ്പോൾ വാല്യൂ എത്ര, 10 ആണ് അല്ലേ. 10 ആണ് അപ്പോൾ മിനിമൻ്റെ വാല്യൂ. അത് നിങ്ങൾ മൈൻഡിൽ വെക്കാം. 10 ആണ് ഇപ്പോൾ മിനിമൻ്റെ വാല്യൂ. അത് എന്തിനാണ് വെച്ചെന്നുള്ളത് അവസാനം നമുക്ക് എന്ത് ചെയ്യും, ചെയ്ത് നോക്കും, മനസ്സിലാവും. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, ഓരോന്ന് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ മിനിമം വാല്യൂ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, മനസ്സിലായോ. അത് നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു ARR ഓഫ്, അതായത് അറേ ഓഫ് i എന്ന് കൊടുക്കുമ്പോൾ iൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോന്നിലേക്കും നമുക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇപ്പോൾ നമ്മളെ റിസൾട്ട് നമുക്ക് വേണ്ടത് എന്താണ്, വേണ്ടത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇഫ് കണ്ടീഷൻ ലൂപ്പിനുള്ളിൽ, ഓക്കെ, ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടതിന് ശേഷം
വീണ്ടും എന്ത് ചെയ്യാം, അറേ ഓഫ് ഐ. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുക, ഇഫ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇഫ് കണ്ടീഷൻ പൂർത്തിയാക്കിയിട്ടില്ല. ഇഫ് കണ്ടീഷൻ നമ്മൾ കൊടുത്തത് എന്താ വെച്ചാൽ അറേ ഓഫ് ഐ. അപ്പോൾ ഐൻ്റെ വാല്യൂ 0 ആണ്. 0 ഏതാ, 10 ആണ് അല്ലേ. 10 ആകുമ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാണ് 10 എന്നുള്ളത് ചെറുതാണോ എന്തിനേക്കാൾ, മിനിമം വാല്യൂവിനേക്കാൾ ചെറുതാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ആണോ അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ എന്തായാൽ മതി, നമുക്കൊന്നും ചെയ്യണ്ട. കാരണം എന്താ, ഓൾറെഡി എന്തുണ്ട്, ഡാറ്റ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ എന്താ നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും, എന്ത് ചെയ്യും, ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആണോ, ചെറുതാണോ, അല്ല, 10 10 ഈക്വൽ ആണ്. വീണ്ടും പോവും, പിന്നെ എ ഓഫ് ഐ ഇപ്പോൾ ഏതാ 30 ആണ്. 30ഉം മിനിമം വാല്യൂ ഏതാ 10 ആണ്. ചെറുതാണോ വലുതാണോ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലേ. ചെറുതല്ലേ, എ ആർ ഓഫ് ഐ എന്നുള്ളത് ചെറുതാണോ, അല്ലല്ലോ, ഫോൾസ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, പുറത്ത് വരും. ഇപ്പോൾ മനസ്സിലായോ? മിൻ്റെ വാല്യൂ ഇപ്പോഴും ചിന്തിക്കണം 10 ആണ്. കാരണം എന്താ, അറേൻ്റെ ആദ്യത്തെ എലമെൻ്റ് ഏതാണോ, അതായത് ആദ്യത്തെ വാല്യൂ ഏതാണോ, അറേ ഓഫ് ഐ പൊസിഷൻ ഏതാണോ അതാണ് മിന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ആ മിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അറേ ഓഫ് ഐ ചെറുതും ആ മിന്ന് എന്നുള്ളത് വലുതുമാണോ, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇതായി വരും. ഇനി ഇത് എന്ത് ചെയ്യും, പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ട്രൂ ആവുന്നത്, എപ്പോഴാണോ ട്രൂ ആവുന്നത് എപ്പോഴെങ്കിലും, അതായത് ഈ 10നേക്കാളും ചെറുതായിട്ട് ഏതെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്രൂ ആയി മാറും. ട്രൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മിന്നിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കും. മിന്ന് എന്ത് ചെയ്യും, ഏതാണോ വാല്യൂ ആ വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. മനസ്സിലായി? അതായത് അറേ ഓഫ് മിന്നിൻ്റെ വാല്യൂ 10 ആണ്. 10 എന്ത് ചെയ്യും, 30 ചെക്ക് ചെയ്യും. പോയിട്ട് 30 ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അല്ല. അപ്പോൾ 10 എന്നുള്ളത് 20 ചെക്ക് ചെയ്യും, പിന്നെ 10 എന്നുള്ളത് 50 ചെക്ക് ചെയ്യും, 50 40 ചെക്ക് ചെയ്യും. ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പോവും. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തില്ല, അറേ ഒന്നും ചെറുതില്ലാത്തപ്പോൾ നേരെ എന്ത് ചെയ്യും, മിനിമം വാല്യൂ ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ നമ്മൾ എന്തോ ലൂപ്പിൻ്റെ താഴത്ത്, അതായത് ലൂപ്പിനൊരു ക്ലോസിങ് ഉണ്ടല്ലോ, കുറച്ച് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാം. ലൂപ്പിന് ക്ലോസിൻ്റെ ശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ നമ്മൾ എഴുതും സ്മോളസ്റ്റ് നമ്പർ എന്താണ് പ്ലസ് കൊടുത്തിട്ട് നമ്മൾ മിന്ന് എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കും. ഓക്കെ അല്ലേ. അപ്പോൾ മിന്ന് എന്നുള്ളത് ഏതാ, 10 ആണ്. 10 പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് എല്ലാ ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, അതിൻ്റെ വാല്യൂ ആദ്യം 0 ആണ്. അപ്പോൾ വരും 0 വരുമ്പോൾ 10 ആണ്. 10 ലെസ് ദാൻ മിന്നാണ് നോക്കും, മിൻ്റെ വാല്യൂ 10 ആണ്. അല്ല, കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. ഈക്വൽ ആണ് ശരിക്കും വേണ്ടത്, പക്ഷേ ഇവിടെ ഫോൾസ് ആണ്. ചെറുതാണോ എന്ന് ചോദിച്ചാൽ ഫോൾസ് ആണ്. അപ്പം നേരെ താഴത്ത് വരും. വീണ്ടും എന്ത് ചെയ്യും, പ്ലസ് ആവും. അപ്പോൾ 1 ആവും. 1 ആകുമ്പോൾ ചെക്ക് ചെയ്യും 30ഉം 10ഉം ചെറുതും വലുതാണോ, കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും താഴത്ത് പോകും. 20 വരുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. 50 വരുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. 40 വരുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. എങ്ങനെയാണ് ഇതിൽ ഓരോന്നിൽ പോകുന്നുള്ളത്, ഐ പ്ലസ് ആകുമ്പോൾ ഐൻ്റെ വാല്യൂ കൂടി എന്ത് ചെയ്യും, പ്ലസ് ആയി പോകുന്നുണ്ട്. ഐൻ്റെ വാല്യൂ ആദ്യം 0 ആണ്, പിന്നെ 1 ആയി മാറും, 2 ആയി മാറും, 3 ആയി മാറും, 4 ആയി മാറും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ അല്ല, ഇനി എങ്ങാനും ഓക്കെ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 എന്നല്ല ഇവിടെ കൊടുത്തത്, ഇവിടെ ഞാൻ 4 ആക്കി കൊടുക്കുകയാണ്. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എലമെൻറ്റിൽ 4 ആണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ അല്ലേ. 10 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്, 50 ഉണ്ട്, 4 ഉണ്ട്. 4 അല്ലേ സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ 4 ആണോ എന്നുള്ളത് കണ്ടെത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ മിന്നിൽ നമ്മൾ എന്ത് ചെയ്ത് 10 വെച്ചിട്ടുണ്ട്. അതായത് 10 എന്നുള്ളത് ആദ്യത്തെ വാല്യൂ ഏതാണ്, 10 വെച്ചിട്ടുള്ളത്. അപ്പോൾ 10 ആണോ ചെക്ക് ചെയ്യും. വീണ്ടും വരും, ഐ ലെസ് ദാൻ മിന്നാണോ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണ്. 30 നോക്കുമ്പോൾ അറേ ഓഫ് ഐ ലെസ് ദാൻ മിന്നാണോ, കണ്ടീഷൻ ഫോൾസ്. 20 വരുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം അറേ ഓഫ് ചെറുതാണ്, ഇത് വലുതാണെന്നുള്ളത് കണ്ടീഷൻ ഫോൾസ് ആണ്. ശരിക്കും ഇതാണല്ലോ ചെറുത് അല്ലേ എന്തിനേക്കാൾ, അല്ല ഇത് ചെറുതല്ലേ എന്തിനേക്കാൾ. പക്ഷെ ഇവിടെ കണ്ടീഷൻ ഉള്ളത് നേരെ തിരിച്ചാണ്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. 50 വരുമ്പോൾ 50 നോക്കും, 50 ചെറുതും 10 വലുതുമാണോ, അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. വീണ്ടും 4ലേക്ക് പോകും. 4ലേക്ക് പോയി നോക്കുമ്പോൾ എന്ത് ചെയ്യും, അറേ ഓഫ് ഐ ഇപ്പോൾ ഏതാ വാല്യൂ 4 ആണ്. കാരണം ഐൻ്റെ വാല്യൂ 4 ആയി മാറി. അപ്പോൾ 4 ആണ്. 4 ആണെന്നുള്ളത് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ
കണ്ടീഷൻ ട്രൂ ആയി മാറി. കാരണം എന്താ, 10 എന്നുള്ളത് വലുതാണ് എന്തിനേക്കാൾ, array of I എന്നുള്ള 4നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. അപ്പോൾ array of iൻ്റെ വാല്യൂ എത്ര, 4 ആണ്. അപ്പോൾ 4 എന്നുള്ളത് മിന്നിലേക്ക് വെക്കും. അപ്പോൾ മിന്നിൻ്റെ വാല്യൂ എന്തായി മാറി, 4 ആയി മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ പ്ലസ് ആവും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഫോൾസ് ആയി മാറും. അതായത് ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ വീണ്ടും നേരെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് നമ്പർ ഇസ് മിൻ എന്നുള്ളത് പ്രിൻ്റായി കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് കരുതുന്നത്. ഓക്കെ, ഇനി ഒന്നുമില്ല, നിങ്ങൾ ഇനി മാക്സിമമിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നുമില്ല, നേരെ ഈ ഓപ്പറേറ്റർ മാറ്റിയിട്ട് നേരെ എന്ത് ചെയ്യാം, ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ മിന്നുള്ള മാക്സ് ആക്കി കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ മാക്സ് ഇപ്പോൾ തൽക്കാലം മാക്സ് എന്നാക്കി മാറ്റുകയാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാർജസ്റ്റെന്നോ എന്തെങ്കിലും കൊടുക്കുക. മാക്സിന് ഇപ്പോൾ തൽക്കാലം ഞാൻ മാക്സിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെക്ക് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇപ്പോൾ 650 നമ്മൾ മാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര, 10 എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ മാക്സിന് വാല്യൂ 10 ആണ്. വീണ്ടും വന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എന്താ ചെക്ക് ചെയ്യുക, 10 ഇപ്പോൾ 650ൻ്റെ വാല്യൂ എത്ര, 10 ആണ്. മാക്സിൻ്റെ വാല്യൂ എത്ര, 10 ആണ്. അപ്പോൾ കണ്ടീഷൻ നോക്കുമ്പോൾ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഇഫ് കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പോകില്ല, നേരെ ഇവിടെയും മാക്സ് ആക്കി കൊടുക്കണേ, മിസ്സാവാൻ പാടില്ല. ഇവിടെയും മാക്സ്. ഓക്കെ, ഞാൻ വേരിയബിളിൻ്റെ നെയിം മാത്രം, കൺഫ്യൂഷൻ ആവാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ വേരിയബിളിൻ്റെ നെയിം മാത്രം മാക്സ് ആയതുകൊണ്ട് മാക്സിനാക്കി, ഏറ്റവും ലാർജസ്റ്റ് ആയതുകൊണ്ട് മാക്സിനാക്കി മാറ്റുന്നുള്ളൂ. വേറെ ഒരു കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ വരും, മാക്സ് ആണ് നോക്കും. array of 0 എന്തുണ്ട്, array of 0 10 ആണ്. അപ്പോൾ 10 എന്നുള്ളതാണ് മാക്സിൻ്റെ വാല്യൂ. അപ്പോൾ array of I, ഇപ്പോൾ ഐൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ array of Iൻ്റെ പൊസിഷൻ ഏതാ, 10 ആണ്. അപ്പോൾ 10 വലുതും മാക്സ് എന്നുള്ള ഇത് ചെറുതുമാണോ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എന്താ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, നേരെ എന്ത് ചെയ്യും, പ്ലസ് ആവും. വീണ്ടും 1 ആയി മാറും. അതിൻ്റെ വാല്യൂ എത്രയും 1 ആയി മാറും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ 1 ഏതാ, 1 പൊസിഷൻ ഏതാ, 3rd ആണ് അല്ലേ. 0 1 നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ഇത് 0 ആണ്, ഇത് 1 ആണ്. അപ്പോൾ 1ൻ്റെ വാല്യൂ നോക്കും. 1 ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ ചെക്ക് ചെയ്യും. മാക്സ് ഏതാ, 10 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. കാരണം എന്താ, array of I എന്നുള്ള 30 ആണ്. അത് വലുതാണ്, അറേക്കാളും വലുതാണ് അല്ലേ മാക്സേക്കാൾ. അപ്പോൾ ഉള്ളിൽ വരും. അപ്പോൾ നേരെ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ എടുത്ത് മാക്സിൽ വെക്കും. മാക്സിൽ വെച്ചാൽ എന്ത് ചെയ്യും, ആ മാക്സിൽ വെക്കും. മാക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി, 30 ആണ്. മനസ്സിലായോ, 30 ആണ്. വീണ്ടും എന്ത് ചെയ്യും, പ്ലസ് ആയി മാറും. പ്ലസ് ആയി മാറിയിട്ട് അതിൻ്റെ വാല്യൂ 2 ആയി മാറും. ചിന്തിക്കണം, 2 ആയി മാറുമ്പോൾ array of I 20 എടുക്കും. അപ്പോൾ 20 വലുതും മാക്സ് ചെറുതുമാണോ. മാക്സിൻ്റെ വാല്യൂ ഇപ്പം എത്ര, 30 ആണ് അല്ലല്ലോ. കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നേരെ ഉള്ളിൽ കയറില്ല, നേരെ പുറത്ത് വരും. അങ്ങനെ 50ലേക്ക് പോകും. 50 എങ്ങനെ പോവുക, പ്ലസ് ആയിട്ട് അതിൻ്റെ വാല്യൂ 3 ആയി മാറും. അപ്പോൾ array of അതിൻ്റെ വാല്യൂ പൊസിഷൻ 3 ആണ്. അപ്പോൾ 50ലേക്ക് പോകും. 50ൽ ചെക്ക് ചെയ്യും, ഗ്രേറ്റർ ദാൻ ആണോ ഏതിനേക്കാൾ, അതായത് ഗ്രേറ്റർ ദാൻ മാക്സ് ആണോ നോക്കും. അതായത് array of Iൻ്റെ വാല്യൂ ഇപ്പോൾ 50 ആണ്. 50 വലുതും മാക്സ് ചെറുതുമാണോ. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് വരും. ഉള്ളിൽ വരുന്നു, ഐയിലെ ഇപ്പോൾ array of I ഏതാ, 50 ആണ്. അപ്പോൾ 50 എടുത്തിട്ട് എന്ത് ചെയ്യും, മാക്സിൽ വെക്കും. അപ്പോൾ മാക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 50 ആയി മാറും. 50 ആയി വരുന്നത് നേരെ താഴത്ത് പോകും. പിന്നെയും പ്ലസ് ആവും. അതിൻ്റെ വാല്യൂ 4 ആവും. 4 ആകുമ്പോൾ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും, 4 ആണോ, 4 array of I 4 നോക്കും. 4 നോക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം എന്താ, 4 എന്നുള്ളത് വലുതും 50 എന്നുള്ളത് വലുതും അല്ലല്ലോ. കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഉള്ളിൽ പോകാതെ പുറത്ത് വരും. പിന്നെ എന്ത് ചെയ്യും, ലൂപ്പ് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയപ്പോൾ മാക്സ് പ്രിൻ്റ് ചെയ്യും. മാക്സിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്ര, 50 ആണ്. അപ്പോൾ 50 എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാക്സിമം വാല്യൂ അതുപോലെ തന്നെ മിനിമം വാല്യൂ, സ്മോളസ്റ്റും ലാർജസ്റ്റും ഇപ്പോൾ പഠിച്ചാൽ നമുക്കിനി ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബോർഡിൽ കണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ല, സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഒരു ഫയലാക്കി എന്ത് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിൽ തന്നെ ചെയ്യാണ്. അതിന് വേണ്ടി പ്രീവിയസ് ഡാറ്റൊക്കെ ഞാൻ എന്ത് ചെയ്യും, കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റ് array ഓഫ് പിന്നെ അസൈൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 10 പ്ലസ് 30 പ്ലസ് 40 50 ഓക്കെ. എന്നിട്ട് നമുക്ക് സെമിക്കോളൻ കൊടുത്ത് നമുക്കിനി ഒരു ഫോർ ലൂപ്പ് ഇട്ട് ചെയ്ത് നോക്കാം. അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് ആ അറേൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സിസ്റ്റം ഡോട്ട്
ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഡോട്ട് ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം അവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ള ഫയൽ നെയിം, സാമ്പിൾ ഡോട്ട് ജാവ എന്ന് കൊടുത്ത് കണ്ടോ 4 ആണ്. 4 എന്താ 1 2 3 4 ആണ് ലെങ്ത്ത്. അതുകൊണ്ടാണ് 4 എന്നുള്ളത് പ്രിൻ്റ് ആയത്. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് എന്ത് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി 4 എന്ന് കൊടുത്ത് ഡിക്ലെയർ ചെയ്യുക ഇൻറ്റ്, അതുപോലെ ഐ എന്നുള്ളത് ഇനീഷ്യലൈസേഷനും ചെയ്യുക. 0 ആണ്. കാരണം 0 എന്തിനാണ് അവിടെ കൊടുത്തത് വെച്ചാൽ, ഇപ്പോൾ 0 മുതലാണ് നമ്മൾ ഡാറ്റ തുടങ്ങുന്നത് അല്ലേ, പൊസിഷൻ 0 മുതലല്ലേ. അപ്പോൾ ആരും 1 എന്നുള്ളത് കൊടുക്കാതിരിക്കുക. 1 കൊടുത്താൽ എന്ത് ചെയ്യും, നേരെ 30 മുതലാണ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ടാണ് 0 കൊടുത്തത്. 0 എന്ത് ചെയ്യും, 0 എന്നുള്ളത് നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് മുതൽ തന്നെ, അറേൻ്റെ ആദ്യത്തെ എലമെൻറ്റ് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും തുടങ്ങും. അതുകൊണ്ടാണ്. ഓക്കെ, ഐ എന്നുള്ളത് കൊടുത്തു. പിന്നെ ഐ ലെസ് ദാൻ എന്ത് ചെയ്യും, അറേ. ഓക്കെ, അറേ ഡോട്ട് ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യാം നോക്കാം. ഞാൻ ലെങ്ത്ത് പറഞ്ഞിരുന്നു. ലെങ്ത്ത് എന്നുള്ളത് ഏതാണ്, അറേൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ്. അതായത് 10 30 40 50 ഇത് എത്രയുണ്ട്, 4 എന്ത് അറേൻ്റെ ലെങ്ത്ത്, അതാണ്. പിന്നെ എന്ത് ചെയ്യാം, മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഐ പ്ലസ് പ്ലസ് എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ടിൽ ഇട്ട് കൊടുത്താൽ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. പ്രിൻ്റ് എല്ലാം കൊടുത്തു. പിന്നെ ഇവിടെ അറേ ഓഫ് ഐ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, സെമിക്കോളൻ കൊടുക്കുക. സേവ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. കണ്ടോ 10 30 40 50 എന്നുള്ളത് നമുക്ക് അത്രയും പ്രിൻ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, അറേ എന്നുള്ളത് ഐ എന്നുള്ളത് 0 മുതൽ നമ്മൾ തുടങ്ങിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, മിനിമം ബാലൻസ് അല്ല മിനിമം ഏതാണോ, സ്മോളസ്റ്റ് ഏതാണോ ഈ അറേയിൽ, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടി ഇൻറ്റ് മിൻ എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ അറേൻ്റെ ഫസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഒരു സെമിക്കോളൻ. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ലൂപ്പിനുള്ളിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യണം എന്ത്, അറേ ഓഫ് ഐ എന്നുള്ളത് ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. ലെസ് ദാൻ മിൻ ആണോ, മിൻ ആണെങ്കിലോ അല്ലേ, അതായത് അറേയിൽ ഓരോന്നും പോകുമ്പോൾ അതിനേക്കാളും ചെറുതാണെങ്കിലാണ് നമ്മൾ മിന്നിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, മിന്നിൽ എന്ത് ചെയ്യണം, മറ്റേത് അസൈൻ ചെയ്യും. മനസ്സിലായി? ഇത് ലോജിക്കാണ്, നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് അറേൻ്റെ ഓരോ വാല്യൂ നമ്മൾ കിടക്കും, അതായത് 10 30 40 50 എന്നുള്ള ഓരോന്നിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ നോക്കും, ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ചെറുതാണോ നോക്കും. ചെറുതാണെങ്കിൽ എന്ത്, മിന്നിനേക്കാളും നമ്മൾ എന്ത് ചെയ്ത്, ചെറുതാണെങ്കിൽ ഉറപ്പായിട്ടും അതായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ്. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതിനുവേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി എന്താണോ അത് മിൻ എന്നുള്ളതാണ്. ആ പ്രിൻ്റ് ചെയ്ത ശേഷം സേവ് ചെയ്തതിന് ശേഷം വീണ്ടും വരാം, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു എറർ ത്രോ ചെയ്യുന്നുണ്ട്. ആ എറർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടില്ല, അതാണ്. വീണ്ടും സെമിക്കോളൻ കൊടുത്ത് സേവ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ എറർ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നോക്കുക എന്താണ് എറർ, നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുന്നില്ലെങ്കിൽ നേരെ കോപ്പി എടുക്കുക, അത് കോപ്പി ആ എറർ എന്താണെന്ന് നേരെ പേസ്റ്റ് ചെയ്താൽ മതി ഗൂഗിളിൽ, അപ്പോൾ സംഭവം കിട്ടും. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് മീൻസ് എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 10 എന്നുള്ളത് നമുക്ക് എന്തായി, മിനിമം ബാലൻസ് അത്രയാണെന്നുള്ളത് നമുക്ക് എന്തായി മനസ്സിലായി. ഏറ്റവും സ്മോളസ്റ്റ്. ഇനി ഏറ്റവും ലാർജസ്റ്റ് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ വേരിയബിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതോ മാറ്റാം. ഞാൻ ഇപ്പോൾ തൽക്കാലം മാക്സ് എന്നാക്കി മാറ്റാണ്, കാരണം മിനിമം അല്ലല്ലോ, നമ്മൾ മാക്സ് ഏതാണെന്നാണല്ലോ കണ്ടെത്തുന്നത്. അപ്പോൾ മാക്സ് എന്നുള്ളത് എല്ലായിടത്തും എവിടെയൊക്കെ മാക്സ് കൊടുത്തിട്ടുണ്ടോ ആ മാക്സൊക്കെ മാറ്റുക, മാക്സാക്കി മാറ്റുക. കാരണം ഏറ്റവും ലാർജസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്.
അതിന് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ലെസ് ദാൻ ഒഴിവാക്കി ഗ്രേറ്റർ ദാൻ ആക്കി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കേണ്ട, ഇതൊക്കെ കാണാതെ പഠിച്ച് അങ്ങനെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു ലോജിക്കാണ്. ആ ലോജിക്ക് ബേസ്ഡ് പോയാൽ മതി. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ നോക്കും. ഈ സിൻടാക്സ് ആണ്, ഈ ഫോർ ലൂപ്പ് ഇഫ് കണ്ടീഷൻ ഇങ്ങനെയാണെന്നുള്ളത് മാത്രം കാണാതെ പഠിച്ച് അത് എന്ത് ചെയ്യുക, മനപ്പാടാക്കുക. മനപ്പാടാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന് പഠിച്ച് മനപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചറാണ്, ഇഫിൻ്റെ സ്ട്രക്ചറാണ്, ഇങ്ങനെയാണെന്ന്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ലോജിക്കാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഈ മാക്സിമം പിന്നെ അതുപോലെ അതിന് മിനിമം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വേറെ കുറേ ലോജിക്ക് ഉണ്ടാവും, അത് നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് കോഡിങ് എന്നുള്ളത് കാണാതെ പഠിക്കാനല്ല, അത് ലോജിക്കാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നേരെ വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് ക്ലിക്ക് ചെയ്ത് മീൻസ് എൻറ്റർ ക്ലിക്ക് ചെയ്താൽ നമുക്കത് 50 എന്നുള്ളത് കാണാൻ പറ്റും. കണ്ടോ, സ്ക്രീനിൽ കാണുന്നുണ്ടോ 50 എന്നുള്ളത് കാണാൻ പറ്റും. എന്തുകൊണ്ട്, നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്തത്. നമ്മൾ ബോർഡിൽ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണാം. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ മിനിമം അതുപോലെ തന്നെ മാക്സിമം വെച്ചിട്ട് ലൂപ്പ് വെച്ച് എങ്ങനെയാണ് അറേ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോ അറേൻ്റെ സെക്ഷൻ തന്നെ ഓരോന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.